ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാൻ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ പൈസ ഉണ്ടാക്കാനുള്ള എൻ്റെ വഴി ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ ചെന്ന് വിലക്കുറവിന് സാധനം കണ്ടുപിടിച്ച് വേറെ വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് അത് വില കൂടുതലിന് വിറ്റ് ആ സാധനം കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്ന രീതിയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളിന് നിങ്ങൾ ആമസോണിൽ ഏതെങ്കിലും ഒരു ഐറ്റം വിലക്കുറവിന് കണ്ടുപിടിച്ചു. ഓക്കെ, ആ സെയിം ഐറ്റം നിങ്ങൾ ഇബേയിൽ കൊണ്ടുവന്ന് $10 $15 കൂടുതലിട്ട് വിറ്റു. ഓക്കെ, വിറ്റ് കഴിയുമ്പോൾ ആ കൂടുതൽ കിട്ടിയ $10 നിങ്ങൾ കീപ്പ് ചെയ്യുന്നു. കസ്റ്റമർ നിങ്ങൾക്ക് പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആമസോണിൽ ചെന്ന് അയാളുടെ പേരിൽ ഐറ്റം വാങ്ങിച്ചിട്ട് അയാളുടെ പേരിൽ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആമസോൺ സ്ട്രൈറ്റ് ആ ഐറ്റം നിങ്ങൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഞാനൊരു എക്സാമ്പിളിന് എടുത്തേക്കുന്നതാണ്. ഇപ്പോൾ ആമസോണിൽ ഈ കാസിയോ എന്ന് പറയുന്ന ഈ DW9052 എന്ന് പറയുന്ന മോഡൽ വാച്ചിന് $40 ഉള്ളൂ. $40 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വാച്ച് കണ്ടുപിടിച്ചു. നിങ്ങൾ ഈ സെയിം വാച്ച് വന്നിട്ട് ഇബേയിൽ സെർച്ച് ചെയ്യണം. ഇബേയിൽ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ സെയിം വാച്ച് ഒരാൾ $47.45 വിൽക്കുന്നുണ്ട്. ഓക്കെ, അത് $7.45 കൂടുതലിട്ടാണ് വിൽക്കുന്നത്. എന്നിട്ടും അയാൾ 791 വിറ്റു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവിടെ $40 കിട്ടുന്ന ഈ കാസിയോ വാച്ച് അയാൾ ജസ്റ്റ് പടം മാത്രം ഇബേ കൊണ്ടുവന്നിട്ട് $7.45 കൂടുതലിട്ട്. ഓക്കെ, $7.45 കൂടുതലിട്ട് പുള്ളി 791 വിറ്റു. അതായത് പുള്ളിയുടെ ലാഭം $5,892.95 ആണ് പുള്ളിയുടെ ലാഭം. ഓക്കെ, ഇതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളി ആ സാധനം പുള്ളിയുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. പുള്ളി ആ സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, പുള്ളി ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആമസോണിൽ ചെന്ന് വിലക്കുറവിന് സാധനം കണ്ടുപിടിക്കുന്നു. ആ സെയിം ഫോട്ടോസ് സേവ് ചെയ്തുകൊണ്ട് വന്ന് ഇബേയിൽ ലിസ്റ്റിംഗ് ഇടുന്നു. ഓക്കെ, വൺസ് ഇബേയിൽ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വില കൂടുതലിന് ഇട്ട ഐറ്റം വാങ്ങിക്കുമ്പോൾ അയാൾ പോയി ആമസോണിൽ നിന്ന് സാധനം വാങ്ങിച്ച് ചെക്കൗട്ടിൻ്റെ സ്ഥലത്ത് വരുന്ന സമയത്ത് ഷിപ്പിംഗ് അഡ്രസ്സ് സെല്ലറിൻ്റെ അഡ്രസ്സ് ഇട്ടിട്ട് ആ സാധനം സെല്ലർക്ക് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ $7.45 അയാൾക്ക് ലാഭമാണ്. അത് പുള്ളി 791 വിറ്റു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മൊത്തം ലാഭം $5,892 പുള്ളി ഈ ഒരു വാച്ച് വിറ്റ് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ വാച്ചൊന്നും പുള്ളിയുടെ അല്ല എന്നുള്ളത് ആലോചിക്കണം. ആമസോണിൽ വേറെ ഏതോ സെല്ലർ വിൽക്കാനിട്ടേക്കുന്നത് ഫോട്ടോയും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും എല്ലാം അതേപടി തന്നെ കോപ്പി ചെയ്തുകൊണ്ട് ഇബേയിൽ വില കൂടുതലിന് ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ വരാവുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇബേയിൽ ഈ സാധനം ലിസ്റ്റ് ചെയ്തു, അതൊരാൾ വാങ്ങിച്ചു. അപ്പം നിങ്ങൾ ചെന്ന് ആമസോണിൽ നോക്കുമ്പോൾ ആ സെല്ലർ ഇപ്പം ആ വിലയ്ക്ക് ആ വാച്ച് വിൽക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം വരാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ വാച്ച് നിങ്ങൾ ഇബേയിൽ വിൽക്കുക. ഞാൻ എക്സാമ്പിൾ പറയുന്നത് വാച്ച് തന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവും. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ഇങ്ങനെ ആപ്പിളിൻ്റെ ഫോണോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ സാധാരണ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഫോണോ അല്ലെങ്കിൽ മീൻസ് വാച്ചോ അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളിന് ഉപയോഗം വരുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആമസോണിൽ കണ്ടുപിടിക്കുക. ഇബേയിൽ കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്യുക. കൂടുതൽ പൈസയ്ക്ക് ലിസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ എങ്ങനെ മുമ്പ് വരികയെന്ന് വെച്ചാൽ ഈ ഇബേയിൽ നിങ്ങൾ ഇടുന്ന സമയത്ത് കൂടുതൽ കീവേഡ്സുകൾ യൂസ് ചെയ്യുക നിങ്ങളുടെ ഹെഡിങ്ങിൽ. ആ സെയിം ആമസോണിലെ ഹെഡിങ് അതേപടി തന്നെ കോപ്പി ചെയ്ത് ഇബേ കൊണ്ട് പേസ്റ്റ് ചെയ്യരുത്. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ വാച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ
അപ്പോൾ ഓൾറെഡി അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും അതിൽ അതിൻ്റെ ഹെഡിങ്ങിലുണ്ട്. കാസിയോ മെൻസ് വാച്ച് മോഡൽ നമ്പർ, ജി ഷോക്ക്, ക്ലാസിക് ഡിജിറ്റൽ വാച്ച്. അതിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോർട്സ് വാച്ച് എന്നോ സ്റ്റോപ്പ് വാച്ച് എന്നുള്ള വേർഡ്സുകളൊക്കെ ആഡ് ചെയ്യാം ഹെഡിങ്ങിൻ്റെ കൂടെ. അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സെല്ലർ ഈ സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അയാളെക്കാളും മുമ്പേ നിങ്ങളുടെ ഐറ്റം ഫ്രണ്ടിൽ വരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കൂടുതൽ കീവേഡ്സ് ഹെഡിങ്ങിൽ ആഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. ആമസോണിൽ ചെല്ലുക, റിസർച്ച് ചെയ്യുക, ഒരു ഐറ്റം കണ്ടുപിടിക്കുക. ആ സെയിം ഐറ്റം നിങ്ങൾ ആ ഹെഡിങ് അത് എവിടെ കോപ്പി ചെയ്ത് ഇബേയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം ആളുകൾ വില കൂടുതലിന് ആ സാധനം വിൽക്കുന്നുണ്ട്. ഓക്കെ, ഇയാൾ $7 45 പൈസ കൂടുതലിട്ട് വിറ്റിട്ടും ഇയാൾ 791 വിറ്റു. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, വില കൂടുതൽ കിട്ടുമെന്ന് വെച്ചാൽ ആളുകൾ വാങ്ങിക്കാതിരിക്കുകയല്ല ചെയ്യുക, വാങ്ങിക്കും. ഇബേക്ക് നല്ല ട്രാഫിക് ഉള്ളൊരു വെബ്സൈറ്റാണ്, അപ്പോൾ ആളുകൾ വാങ്ങിക്കും. നിങ്ങൾ ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. മാക്സിമം നിങ്ങളുടെ വില കൂടുതൽ, അത് വിറ്റ് പോകുന്നൊരു വില ഇടണം. അതായത് ഇപ്പം നിങ്ങളവിടെ $40 കണ്ട വാച്ച് ഇവിടെ കൊണ്ട് $100 ഇട്ടാൽ വിറ്റ് പോകില്ല. എന്നാലും മാക്സിമം നിങ്ങളെ കൊണ്ട് എത്ര കയറ്റി വയ്ക്കുക നിങ്ങൾ നോക്കുക. ബാക്കിയുള്ളവർ എത്ര രൂപയ്ക്ക് ഇബേയിൽ വിൽക്കുന്നത് ആ സെയിം ഐറ്റം എന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ഇടുക. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഐറ്റം നേരത്തെ വാങ്ങിക്കുന്നില്ല, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് ഫോട്ടോസും ഡിസ്ക്രിപ്ഷനും കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇബേയിൽ ഇടുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് റിവ്യൂസ്, ഈ വാച്ചാണ് ഇടുന്നതെങ്കിൽ വാച്ചിൻ്റെ റിവ്യൂകൾ വല്ലതും നല്ലത് കണ്ടാൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ മറ്റ് സെല്ലേഴ്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ആഡ് പോസ്റ്റ് ചെയ്യുന്നതിൽ ചെയ്യുക. അപ്പോൾ സെല്ലേഴ്സ് കൂടുതലും നിങ്ങളുടെ ഐറ്റത്തിലോട്ട് അട്രാക്റ്റഡ് ആവും. ഓക്കെ, ഇതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ടിപ്പ്. ആരെങ്കിലും യൂസ് ചെയ്ത് സക്സസ് കണ്ടാൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇടുക. ഞാൻ ഇത് ചെയ്തു നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏത് ഐറ്റം ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കണ്ടത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക.